ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഷിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്നത് ഇങ്ങനെ ഫിഷിങ്ങിന് പോകണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരാളുണ്ട്, മിസ്റ്റർ താഹിർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അപ്പോൾ ഈ താഹിർക്ക് എപ്പോഴും ഫിഷിങ്ങിന് പോക്കുണ്ട്. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും ഞാനും വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിൽ നമ്മളിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം ഇവിടെ വന്നപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ എന്താ പറയുക, ഭയങ്കര ഇരുട്ട്. നമ്മൾ പുലർച്ചെ 4:45 ടൈമാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 5 മണിയായി. അപ്പം കുറച്ച് ഇരുട്ടായിക്കൊണ്ട് അധികം വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കണ്ടില്ല, എല്ലായിടത്തും ഇരുട്ടാന്ന് ഒന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ വേറെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ നേരത്തെ വന്ന് 4 മണിക്കാകുമ്പോൾ വന്നിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഫിഷിങ്ങിനുള്ള ബെസ്റ്റ് ടൈമാണ് ഇത് കേട്ടോ. ഈ ടൈം മാത്രമേ നമ്മൾ ഇറങ്ങാൻ പറ്റൂ. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ ഫിഷ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിതിനെ പറ്റിയിട്ട് വല്ല ഇങ്ങനെ അറിയില്ല. അപ്പോൾ താഴെക്കാൻ എനിക്ക് എല്ലാം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ സ്റ്റിക്കൊക്കെ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. നമ്മൾ പോയിട്ട് ഇതിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ സെറ്റാക്കുന്ന വീഡിയോ ഇപ്പം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത്ര വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളെ സ്റ്റിക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 4 സ്റ്റിക്കാണ്. ഒന്ന് കാസ്റ്റിങ്ങിൻ്റെ പർപ്പസിനോട് യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണ്, പിന്നെ ബാക്കിയുള്ള 3 സ്റ്റിക്ക്, പിന്നെ ഒരു കൈച്ചൂണ്ട, അതും കൂടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ 4 എണ്ണം നമ്മുടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കൈച്ചൂണ്ടയും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂ. ഇതാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോഴേക്കിൽ ഒരുപാട് മീൻ, അതായത് ഈ ബ്ലാക്ക് മാർക്ക് കാണുന്നതൊക്കെ മീനാണ്. അത് ഈ അനങ്ങുന്നുണ്ടോ, വെള്ളത്തിൽ നിന്ന് അനങ്ങുന്നതൊക്കെ മീനാണ് പോലും ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇത് നോക്കിയേ, ഫുള്ളായിട്ട് മീനാണ്. അത് ഫുള്ള് മീൻ നമ്മുടെ യുഎയിലുള്ള മത്തിയാണ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് മത്തിയുണ്ട് ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം വലിയ മീനുകളൊക്കെ ഇങ്ങനെ വരുന്ന ടൈം ഈ ചെറിയ മീൻ ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ മീനൊക്കെ വരും. അപ്പോൾ ഈ വലിയ മീനൊക്കെ വരുന്ന ടൈം പിന്നെ ഇതെന്ത് ചെയ്യും, കരക്കേക്ക് കയറുന്നതാണ്. അപ്പോൾ ഈ കരക്കേക്ക് കയറിക്കണ്ട, അപ്പോൾ അതിൻ്റെ അടുത്ത് ഏതോ വലിയ മീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കരക്കേക്ക് വരുന്നതാണ്. ആ ഒരു സീനായത്. ഒരുപാടുണ്ട്, 1 ലക്ഷക്കണക്കിന് മീനുണ്ടാവും അത് ഫുള്ളായിട്ട്. ഒരുപാട്. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ചെറുങ്ങനെ ഒന്ന് അനങ്ങുന്നുണ്ടായി. നമ്മൾ സ്റ്റിക്ക് അനങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്ക് വേറെ വല്ല മീൻ എന്തെങ്കിലും നമ്മുടെ ഇതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഇട്ടുകൊടുത്ത മീൻ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിക്ക് ഇങ്ങനെ അനങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കിൻ്റെ ഈ ചൂണ്ട, ഈ ടാങ്കീസ് അങ്ങനെ വലിച്ചു കൊണ്ടുപോകും അവർ മുമ്പോട്ടേക്ക്. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത് ഇട്ടുകൊടുക്കുക അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിക്ക് ആദ്യം റെഡിയാക്കിയിട്ട് അതിന് നമ്മുടെ ഈ ലൈവായിട്ട് ഇവിടെ തന്നെ ചെറിയ മത്തി പിടിച്ചിട്ട് നമ്മളങ്ങനെ കോർത്തിട്ട് ചൂടൊക്കെ കോർത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഈ മീനിൻ്റെ കൂട്ടം കാണുന്നുണ്ടോ, അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമ്മൾ ഈ ചൂണ്ട, അതായത് ഈ കാസ്റ്റിങ്ങിൻ്റെ സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് എറിയുന്നു. അപ്പോൾ അങ്ങനെ എറിയുമ്പോൾ എന്താവും, ഈ കൂട്ടത്തിന് കഴിക്കാൻ വരുന്ന മീൻ, അപ്പോൾ നമ്മുടെ മീൻ അവിടെ ഈ എന്ന് പറഞ്ഞുള്ള സാധനം അത് ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ ഈ വലിയ മീൻ വരുമ്പോൾ ഇതിനെ അനങ്ങാൻ പറ്റൂല. ഇത് നോക്കി എത്രപ്പാട് മീനാണ് വരുന്നത്. വേറെ ഇത് വലിയ മീൻ വരുന്നുണ്ട്, അതാണ് ഇങ്ങനെ സംഭവം. ഇതൊക്കെ കരക്കേക്ക് അടിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അപ്പുറത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ വരാൻ പറ്റൂല മീൻ. അപ്പോൾ ഈ വലിയ മീൻ വന്നിട്ട് അതങ്ങനെ കടിക്കും. അങ്ങനെ കടിച്ച് വിതുങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് മീൻ. അപ്പം ഇത് ഫുള്ളായിട്ട് ഇത് എത്രപ്പാട് യാ അല്ലാഹ്.
അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റിക്ക് ഇങ്ങനെ കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ തായർക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, തായർക്ക് അതിനെ വലിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് നോക്കിയതായാലും ഏത് മീനാണ് ഫസ്റ്റ് കിട്ടിയത്. ഇന്നത്തെ ഫസ്റ്റ് കിട്ടല ഇത്. നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് സംഭവം. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക്. അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ്. മാഷാഅല്ലാഹ് വലുതാണിത്, നല്ലുണ്ട് കാണാൻ, വലുത്. അപ്പോൾ ഇത് ഭയങ്കര പടക്കലാണ്. ഇത് നല്ലുണ്ട്, നല്ല വലിയ മീൻ, വലിയ സൈസാണ്. മറ്റേ ഇത് നമ്മൾ കാണുന്ന പോലെ നല്ല നല്ല സൈസ് ഉണ്ട്. ഇതേത് സാധനം കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തായർക്ക ഈ ചൂണ്ടൊക്കെ എടുക്കുന്നുണ്ട്. ചൂണ്ടൊക്കെ അളക്കി എടുക്കുന്നുണ്ട്. അതിന് വായിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം. പക്ഷേ നല്ലുണ്ട്, വലിയ മീൻ തന്നെ കേട്ടോ. ഇത് ഒരു 1.5 കിലോ 2 കിലോന് ഉണ്ടാവുമായിരിക്കും ഒരു മീൻ. അങ്ങനെ പറയുന്നത് തായർക്ക് അങ്ങനെ പറയുന്നത്, ഒരു 1.5 കിലോന് അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഇൻഷാല്ലാ ഇനി നമുക്ക് ഇതിനെ വീനും അതിലിട്ടിട്ട് രണ്ടാമത്തേന് അടുത്തതിനെ വീനും നോക്കാം, അടുത്തത് നോക്കാം നമുക്ക്. അപ്പം ഉണ്ടല്ലോ നമ്മൾ ഇത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കതാ അപ്പുറത്തെ ആ സ്റ്റിക്ക് മീൻ കഴിച്ച് അത് വലിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് വലിച്ചതിൻ്റെ ഇടയ്ക്ക് അത് വീണ്ടും നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഇത് നമ്മളതിന് ഇട്ട് കൊടുക്കാൻ പോയെന്ന്. അപ്പോൾ നമ്മുടെ കുറേ ഫാമിലീസും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയതാണ്. നമ്മളിവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ സ്റ്റിക്ക് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കടിച്ച് വലിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കാം നമുക്ക് ഏതിലാണ് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്തത് ഏതിലാണ്, ഏത് സ്റ്റിക്കിലാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഈ കിട്ടിയതിന് എടുത്തിട്ട് നമ്മുടെ നെറ്റിലിടാം. നമ്മൾ കൊണ്ടുവന്ന നെറ്റിൽ ഇട്ട് വെക്കാം. ഇട്ടിട്ട് വെള്ളത്തിൽ ഇടാൻ പോകും നമ്മൾ. അപ്പോൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ ആ ഒരു രീതിയിലല്ല. നമ്മൾ വെള്ളത്തിലാകുമ്പോൾ അധികം മണ്ണും ചളിയൊന്നും പറ്റുകയും ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ വെള്ളത്തിൽ തായർക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അത് തെറ്റ്. ശരിക്കും പറഞ്ഞ കേസ് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, ഒരിക്കലും ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളിവിടെ വന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണം, പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് കാണണം, അങ്ങനെയുള്ള രീതിയിലാണ് ഞാനിവിടെ വന്നത്. അപ്പം ഇത്ര മീൻ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സംഭവം നിങ്ങൾ നോക്ക്, നിങ്ങൾ തന്നെ കണ്ടോക്ക്. ഭയങ്കരമായിട്ട് ഇങ്ങനെ മീനിങ്ങനെ തിളക്കുന്നതെന്ന് പറയും നമ്മുടെ നാട്ടിൽ. അത്ര മീനുണ്ട്, നല്ലുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത്രപാട് മീനൊക്കെ ഒരുമിച്ച് കാണുന്നത്. അത്രയ്ക്ക് കേസ് നിങ്ങൾ തന്നെ കണ്ടോക്ക്, വീഡിയോ കണ്ടോക്ക് നിങ്ങൾ തന്നെ. അപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഏരിയ ഫുള്ളും ഇങ്ങനെ മീനാണ്. ഈ ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ ഒരുപാട് മീനുണ്ട്. അപ്പം നമ്മുടെ തായർക്ക് അടിച്ച് പിടിക്കുന്നുണ്ട്, കുറേ എണ്ണത്തിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവേശത്തിൽ എനിക്ക് വീഡിയോ എടുക്കാനും കഴിയുന്നില്ല. ഫിഷിങ്ങിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് അവർ പിടിക്കുന്ന ഇതാക്കുന്നൊക്കെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലാണ് നടക്കിയാണ്. ഇവിടെയുള്ള മീൻ ഇതിനെ കയ്യോടൊക്കെ പിടിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതിനെ കയ്യോട് പിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നെറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു 100 കണക്കിന് മീനായിരിക്കും. അങ്ങനെയുണ്ട്, അത്രയ്ക്കുണ്ട്. ഇത് കണ്ട, ഇതിപ്പോൾ എൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മൾ തായർക്കപ്പുറത്ത് പറയുന്നുണ്ട് ചാകരയാണ്, മീനിൻ്റെ ചാകര എന്ന് പറയുന്നുണ്ട്. ശരി തന്നെ, ശരിക്കും ചാകര മീൻ. എന്താ പറയുക, മീൻ പടുക എന്നെല്ലാം പറയാം. അപ്പോൾ അത്രയ്ക്കുണ്ട്, അത്രപാട് മീനുണ്ട് ഇവിടെ. അപ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗ് ഇത് കാണുമ്പോൾ തന്നെ. എന്തൊരു രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 3-4 വർഷമായി ഇവിടെ യു എയിൽ വന്നിട്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ഫിഷിങ്ങിന് വന്നിട്ടുമില്ല, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുമില്ല. അപ്പം ശരിക്കും മിസ്സാകുന്നത്. അപ്പം പണ്ടേ ഇതിന് ഇറങ്ങാനേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ. നല്ലുണ്ട്, എത്ര പാട് ഇത്, യാ അല്ലാ, ഒരുപാടുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന തെച്ചും ഈ ബ്ലാക്കിൽ കാണുന്നുണ്ട്, അതൊക്കെ താഴെയുള്ളതാണ്, കുറച്ച് താഴെയുള്ളതാണ്. തായർക്കാൻ ഇടയ്ക്ക് കയ്യോടൊക്കെ പിടിക്കേണ്ട കേട്ടോ. കിട്ടീന് 2-3 കിട്ടുകയും ചെയ്ത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പോയിട്ട്. അപ്പോൾ ഞാൻ കൈയോട് ട്രൈ ചെയ്തിട്ട് എനിക്ക് കൈയോട് കിട്ടിയിട്ടില്ല. അപ്പോൾ തായർക്ക് വേണ്ടി നെറ്റൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. നെറ്റൊക്കെ എടുത്തിട്ട് ഇത് നമ്മൾ കോർക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ
സ്റ്റിക്കിന് കോർക്കാൻ വേണ്ടിയിട്ടുള്ള മീനെ നമ്മളിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഫ്രഷ് മീനൊക്കെ ആകുമ്പോൾ ഇത് ഇങ്ങനെ പടച്ച് കളിക്കുമ്പോൾ എന്താവും, വലിയ മീൻ വന്നിട്ട് പെട്ടെന്ന് കടിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീനാണ് നമ്മൾ ഇതിങ്ങനെ പിടിച്ചു വെക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ വെള്ളത്തിൽ ഇതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ പോവുകയും ചെയ്യില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കോർത്തിട്ട് അതിനെ തന്നെ വെള്ളത്തിലിട്ട് കൊടുക്കും. അപ്പോൾ അതിനെ വെള്ളത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വലിയ മീൻ വന്നിട്ട് അതിനെ കടിക്കും, നമ്മൾ അതിനെ അങ്ങനെ ക്യാച്ച് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ പ്ലാനിങ്. അതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഞാൻ ഈ വലിയ മീനെ പിടിക്കുന്നതൊന്നും എടുക്കുന്നില്ല കേട്ടോ വീഡിയോസ്. നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ഒരു 5-8 ഇപ്പം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ബായ്സാബ് ഒരു ബംഗാളി ഉണ്ട്, ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ അടുത്തേക്ക് ഞാൻ പോയി നോക്കുമ്പോൾ ഓനിക്കും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വല ഇടുന്ന പരിപാടി അത് ഇവിടെ ചെയ്യാൻ പറ്റൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓനിങ്ങനെ ആരും കാണാണ്ട് പതുക്കെ അങ്ങനെ വലയൊക്കെ ഇട്ടിട്ട് മീനെ പിടിക്കുന്നുണ്ട്. അപ്പം ഓനിക്ക് കിട്ടുന്നത് നിങ്ങൾ നോക്കിയ ഗൈസ്. അപ്പോൾ അതാ വലിച്ചെടുക്കുന്നുണ്ട്. അടിപൊളി, മാഷാ അല്ലാ. എത്ര പാട് ഇതൊക്കെ ജസ്റ്റ് നാളെ മുമ്പിലിട്ടപ്പം കിട്ടിയ മീനാണ്. എത്ര പാട്. ഓ, ഇത് ഫുള്ള് മത്തിയാണ്, ഇവിടെ യുഎയിൽ കിട്ടുന്ന മത്തി ഇത് ഫുള്ളും. അത്രയുണ്ട് മീൻ, അത്രയുണ്ട്. അപ്പോൾ ഈ ഒരു ബക്കറ്റൊന്നല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടെയ്നർ പിടിച്ചിട്ട് തന്നെ കൊണ്ടുപോകാം. അത്രയും മീൻ ഇവിടെ ഉണ്ട്. അപ്പോൾ തായർക്കൊക്കെ അടുത്തൊക്കെ ഇട്ടിട്ട് മൂപ്പര് രണ്ടാമത്തെ വീണ്ടും ഇടുന്നുണ്ട്, സെറ്റാക്കിയുണ്ട് മൂപ്പര്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് അടുത്ത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. എന്നിട്ട് ഞാൻ എന്താക്കിയെന്നറിയോ, ഞാൻ ഒന്ന് നെറ്റൊക്കെ എടുത്തിട്ട് പതുക്കെ ഇറങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ കാല് വെക്കുന്നതിന് കണക്കായിട്ട് മീനൊക്കെ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അയ്യോ, അപ്പം ഞാൻ അടിച്ചപ്പോൾ എനിക്കും കിട്ടീന്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തു, എന്നിട്ട് എനിക്കും കിട്ടി കുറച്ച്. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഇപ്പോൾ ആദ്യമായിട്ട് മീനൊക്കെ പിടിക്കുന്നിങ്ങനെ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൽ കുറച്ചേ ഉള്ളൂ. പിന്നെ വീണ്ടും ഒരുപാട് പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടായി, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇതൊക്കെ അയ്യോ തായറൊക്കെ അത് വീണ്ടും അതേപോലെ തന്നെ ട്രൈ ആക്കിയിട്ടുണ്ടായി. മൂപ്പർക്കും കിട്ടി ഒരുപാട്. ഇത് നമ്മൾ വെള്ളത്തിൽ കാല് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ചിലപ്പം ചില സ്ഥലമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് താഴേക്ക് പോകും, കാലങ്ങനെ ചളിയിലേക്ക് താണു പോകും. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ മീൻ നമ്മൾ കാല് വെക്കുന്നതിന് ഇണക്കായിട്ട് മീൻ അങ്ങോട്ടേക്ക് പോകും, അത് അതിനിണക്കായിട്ട് മുമ്പോട്ടേക്ക് മൂവ് ആവും. അപ്പോൾ തായർക്കാർക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട്. അതൊക്കെ ഉണ്ട്, ഒരുപാട് മീനുണ്ട്. നമ്മളെ അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായി, മൂപ്പരിക്ക് കുറച്ച് മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിടിച്ചത് നമ്മൾ. അപ്പുറത്തുള്ള ഒരു ടീമിന് മീൻ കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് മൂപ്പര് ബോക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പിടിച്ചത്. ഇനി ഈ ചെറിയ മീനുണ്ടല്ലോ, ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്താ പറയുക, ഈ ഇവിടുത്തെ മത്തി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ്. കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കയ്യിൽ മൂപ്പരിക്ക് നമ്മളൊരു 5 കിലോ 6 കിലോ അങ്ങനെയൊക്കെ പിടിച്ചു കൊടുത്തത് അത്. അപ്പോൾ നമ്മൾ അടുത്ത മീനും കൂടെ കിട്ടിയിട്ടുണ്ട്, ഒരു മീനും കൂടെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നെറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എത്ര കിട്ടീന്, മൊത്തത്തിൽ എത്ര കിട്ടീന് എന്നൊക്കെ കാണിച്ചു തരാം. ഇതാന്നിട്ട് എങ്ങനെ ഉണ്ടായാലും നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ സ്റ്റിക്ക് ഇങ്ങനെ ഉണ്ടായാലും. കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു പർപ്പസ്. അത് പിന്നെ നമ്മൾ മീനിനെ അങ്ങ് എറിയോ, ഇത് സ്റ്റിക്ക് അങ്ങ് എറിഞ്ഞിട്ട്, സ്റ്റിക്കിൽ നിന്ന് ഈ ചൂണ്ട അങ്ങ് എറിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. പക്ഷെ നമ്മളിപ്പോൾ നോർമലി യൂസിങ് ആണ് ചെയ്യുന്നത്, കാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ് നമ്മൾ യൂസ് ആക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് വേറൊരാൾ നമ്മൾ സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ട് ട്രൈ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുറേ പ്രാവശ്യമായി ട്രൈ ആക്കുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല ഒന്നും. അത്താ നമ്മുടെ സ്റ്റിക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് മൂപ്പര്. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പുതിയ സ്റ്റിക്ക് വാങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ ബ്രദറും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഇതാക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ എനിക്ക് അവരുടെ കൂടെ പോകാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ തകർക്കാൻ എനിക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെങ്ങനെ അറിയാല്, ഇതെങ്ങനെ ലോക്കിങ് ചെയ്യല്, എല്ലാ കാര്യങ്ങളും. ഇത് നമ്മൾ അറിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂലാദ്യം നമ്മൾ പിടിക്കണം, മുകളിൽ കയറ്റി വെച്ച് നൂലാദ്യം പിടിച്ച്, എന്നിട്ട് നമ്മൾ അതിൻ്റെ ലോക്ക് ഓപ്പൺ ആക്കിയിട്ട് വേണം നമ്മളിതാ നേരെ ബാക്കോട്ടേക്ക് ആക്കി. അത്രയേ ഉള്ളൂ പണി, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പാട് സ്പോട്ടിൽ നമ്മൾ ലോക്ക് ചെയ്യണം. ആ നൂല് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇതാ സ്റ്റാൻഡിൽ വെക്കാൻ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേറെ മീൻ കടിക്കുമ്പോൾ ഈ സ്റ്റിക്ക് അനങ്ങും. അപ്പോൾ നമ്മൾ പോയിട്ട് അത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കുക. അതാ മൂപ്പര മീൻ ഏതോ കടിച്ചിട്ട് വേണ്ട മൂപ്പർക്ക് അടിക്കാൻ കഴിയോ? അവിടെ കുറേ ഉണ്ട്. അയ്യോ,
ഇനി മനസ്സിലാകല്ല. ഇത് കണ്ട കേസ്, ഇത് നമ്മൾ കടലിലെ മീനെ പിടിക്കാൻ പോകുമ്പോൾ ആകാശത്തിലെ മീൻ ഇങ്ങനെ പറക്കുന്നുണ്ടാവും. ഭയങ്കര ഫീലിംഗ് ചെയ്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആകാശത്ത് നോക്കിയിട്ട് അതിങ്ങനെ സൈറ്റ് പോകുന്ന കാണുമ്പം ശരിക്കും ഒരു നമ്മുടെ ഷാർക്കൊക്കെ പോകുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണ്. ശരിക്കും അങ്ങനെ തോന്നുക. ഇതപ്പോൾ അവർക്കെന്തോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വന്ന ആൾ തന്നെ അവർക്കെന്തോ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ. പോയാ അത് പോയി. കിട്ടിയ മീന് പോയി. അപ്പോൾ എനിക്ക് നാ മറ്റേ ചൂണ്ടൊക്കെ അടിച്ചിട്ട് ഒഴിവാക്കിയിട്ടുണ്ടത്. അപ്പോൾ കഴിച്ച് ഇത് നമ്മൾ ഇത്ര മീൻ നമുക്കിന്ന് കിട്ടീന്. നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിട്ട് കിട്ടിയ മീനാണ് ഇതൊക്കെ. വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഒരുപാടുണ്ട്, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫുള്ള് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ വിചാരിച്ച പോലെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. സംഭവം ഇതിൻ്റെ ഇൻട്രസ്റ്റിൽ ഞാൻ ബാക്കിയുള്ള വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോയി. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇതാ നല്ലതുണ്ട് കേട്ടോ, വലിയ വലിയ മീനായല്ലോ. ഇതിൻ്റെ പേരെന്തോ പറയണ്ടായി. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ പേര് ക്വീൻ ഫിഷ് എന്ന് അങ്ങനെ എന്തോന്ന് പറയുന്നുണ്ടായത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും അതിൻ്റെ പേര് താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഫിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവരവരുടെ വണ്ടിയിൽ വരുന്നുണ്ട്, നമ്മൾ നമ്മളെ വണ്ടിയിൽ തിരിച്ചു പോക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എന്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുപോലുള്ള പല വീഡിയോസ് ഇനി വീണ്ടും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ തീർച്ചയായും പ്രസ് ചെയ്യുക.